Good evening, everyone. So, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ ഇന്നലെയും അതേപോലെ തന്നെ ഇന്ന് രാവിലെ ആയിട്ട് നമ്മൾ തീർത്ത പോർഷൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിന്റെ സ്വാപ്പ് ആയിരുന്നു നമ്മൾ തീർത്തത്. സോ നമ്മൾ നെക്സ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. വളരെ ഈസി ടോപ്പിക്കാണ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഇത് കഴിയുന്നതോടുകൂടി നമുക്ക് ആകെ ഒരു ടോപ്പിക് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഒരുപാട് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സെക്ഷൻ ഡിന്ന് ഫോക്കസ് ചെയ്ത് ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ചും CMA ഫൈനലിൽ ആ ടോപ്പിക് നമ്മളുടെ ഫോറിൻ കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, സോ എനിവേ, അപ്പൊ ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റ് എന്താന്ന് നോക്കുന്നു. ഇന്ന് തന്നെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുകയാണ്. സോ എന്താണ് ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റ്? നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് ആൻ ഓവർ ദ കൗണ്ടർ കോൺട്രാക്ട് ടു ലോക്ക് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് പേയബിൾ ഓർ റിസീവബിൾ ബൈ എ പാർട്ടി അറ്റ് ഫ്യൂച്ചർ ഡേറ്റ്. നമ്മളിപ്പോഴും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്താ ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഓവർ ദി കൗണ്ടർ കോൺട്രാക്ട് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻവോൾവ് അല്ല. ഒന്നെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതല്ലെങ്കിൽ കറൻസി എക്സ്ചേഞ്ച് റേറ്റിൻ്റെത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ലോക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൈസ് ലോക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. ഇതേപോലത്തെ ഒരു കാര്യം നമ്മൾ ഓപ്ഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷനിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത 1-2 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഇങ്ങനെയായിരുന്നു. ഓയിൽ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയുടെ പ്രൈസ് ലോക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ബയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. നമ്മളൊരു കമ്മ്യൂണിറ്റി ബൈ ചെയ്യുന്നു, അപ്പൊ അത് ലോക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ കുറച്ച് കാര്യം ചെയ്യുന്നു, ഹെഡ്ജ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ സെല്ലർ ആണ്, പ്രൈസ് കുറയുമോ എന്ന പേടി ഫ്യൂച്ചറിൽ, അപ്പൊ ആ പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൈസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ്ജ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് പോയിട്ട് ആ 2 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ മതി, ഓപ്ഷൻസിലെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ. ഇനി എ ഫോർവേഡ് റേറ്റ് ഹെഡ്ജിങ് ഓപ്ഷൻ ആണോ ഫ്യൂച്ചർ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എ ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റ് ഈസ് എ കോൺട്രാക്ട് ഫോർ ക്യാഷ് പേയ്മെന്റ്. അടുത്ത പ്രത്യേകതയാണ് cash payment at maturity based on a market or a spot rate, usually LIBOR or MIBOR, at a pre-specified forward rate. അപ്പൊ ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റ് കോൺട്രാക്റ്റ് ആണ്. അതിൽ ക്യാഷ് പേയ്മെന്റിലാണ്, ആ സെറ്റിൽമെന്റ് ഡേറ്റിൽ എന്ത് ചെയ്യണം? ക്യാഷ് പേയ്മെന്റിലാണ് നടത്തുന്നത്. ആ ക്യാഷ് പേയ്മെന്റ് ഒന്നെങ്കിൽ മാർക്കറ്റിലെ അല്ലെങ്കിൽ സ്പോട്ട് റേറ്റ്, അന്നത്തെ സ്പോട്ട് റേറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ലിബോർ നിങ്ങൾക്ക് അറിയാം, ലെൻഡർ ഇന്റർ ബാങ്ക് ഓഫർ റേറ്റ് ആണ്. മിബോർ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ മുംബൈ ആണ്. മിബോർ എന്ന് പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻ ബാങ്ക്, ഇന്റർ ബാങ്ക് മുംബൈ ഇന്റർ ബാങ്ക് ഓഫർ റേറ്റ് ആണ്. ആൻഡ് അറ്റ് എ പ്രീ സ്പെസിഫൈഡ് ഫോർവേഡ് റേറ്റ്. സ്പോട്ട് റേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെഫറൻസ് റേറ്റ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ സ്പോട്ട് റേറ്റിന് വേറൊരു പേര് കൊടുക്കുന്നുണ്ട് അവര്, റെഫറൻസ് റേറ്റ്. സെറ്റിൽമെന്റ് ഇസ് മെയ്ഡ് ഇൻ ക്യാഷ് അറ്റ് ദി എക്സ്പയറേഷൻ. കോൺട്രാക്ട് കഴിയുമ്പോൾ സെറ്റിൽമെന്റ് ക്യാഷിലാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ റേറ്റ് യൂസ്ഡ് ഇൻ കോൺട്രാക്ട് ആൻഡ് ഫോർവേഡ് റേറ്റ് ഇസ് പേയബിൾ ഓർ റിസീവബിൾ അറ്റ് എക്സ്പയറേഷൻ. പ്രോബ്ലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ഓഫ് ലോൺ ഫ്രം ഫ്ലക്ച്വേഷൻ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അഗെയിൻ ഇത് നമ്മളുടെ ഫ്ലോട്ടിംഗ് റേറ്റ്, ഫിക്സഡ് റേറ്റ് നമ്മൾ ഇന്നും അതേപോലെ ഇന്നലെയായിട്ട് പഠിച്ചത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് സ്വാപ്പ് ചെയ്തിട്ട് നമ്മൾ ഗുണം ഉണ്ടാക്കുന്നതാണ്. ഇനി അങ്ങനെ സ്വാപ്പിംഗ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോർവേഡ് റേറ്റിൽ എൻ്റർ ചെയ്യാം. ബോറോവർ ഇതാരാ യൂസ് ചെയ്യുന്നത്? ബോറോവറെ പ്രൊട്ടക്ട് ചെയ്യും. എന്തെന്ന്? ഫ്ലക്ച്വേഷൻസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ബോറോവർക്ക് ഇതായിരിക്കും പേടി, ഫ്ലോട്ടിംഗ് റേറ്റിന്റെ ആളുകൾക്ക് ഇതായിരിക്കും പേടി. അയ്യോ, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ, കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ. നമ്മൾ കടമെടുത്തു, നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തു, നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും പേടിയായിരിക്കും. എന്താ? ഓരോ സമയം നമ്മൾ RBI എന്താ പറയുന്നത്? കാതു കൂർപ്പിച്ച് അല്ലെങ്കിൽ കണ്ണു കൂർപ്പിച്ചിരിക്കുന്നുണ്ടാവും. കാരണം RBI അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളെ ബാധിക്കും. അപ്പൊ നമ്മുടെ പേടി RBI കൂട്ടുവോ എന്നുള്ളതായിരിക്കും പേടി. നേരെ മറിച്ച് ലോൺ പ്രൊവൈഡ് ചെയ്ത ബാങ്കും ഇതിന് കാത് കൂർപ്പിച്ചിരിക്കുന്നുണ്ടാവും. അവരുടെ പേടി എന്താ?
ഈ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങാണ്ട് കുറക്കുമോ എന്നായിരിക്കും അവരുടെ പേടി. അപ്പൊ ഇത് ബോറോവേഴ്സിനെയും അതേപോലെ ലെൻഡേഴ്സിനെയും ഇൻട്രസ്റ്റ് റേറ്റിലെ ഫ്ലക്ച്വേഷൻസ് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും. Forward rate agreement is generally used to hedge future movement in interest rate. Like financial future, it is used to manage interest rate risk. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ പഠിച്ചു. ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിൽ നമ്മുടെ ഷെയർ പ്രൈസിന്റെ ഇത് ഹെഡ്ജ് ചെയ്യാനാണ് ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഹെഡ്ജ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റ് യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം, കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പാടുള്ളതായിരിക്കാം. ആ കറൻസി എക്സ്ചേഞ്ച് വലിയ ടോപ്പിക്കാണ്, അത് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പഠിക്കാം. അപ്പോൾ എന്താണ് ഒരു ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റിന്റെ ഫീച്ചർ? ഒന്ന് ഓവർ ദി കൗണ്ടർ ഇൻസ്ട്രുമെന്റ് ആണ്. നെക്സ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. മെച്യൂരിറ്റിയിൽ ക്യാഷ് ആയിട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. അതും എന്താ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റിയിൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെയും റെഫറൻസ് റേറ്റിന്റെയും ഡിഫറൻസ് ആണ് സെറ്റിൽ ചെയ്യുള്ളൂ. It is a forward contract on short-term interest rate. So basically നമ്മൾ ഫോർവേഡ് കോൺട്രാക്ട് ആണ്, ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റിനാണ്, ഫിക്സഡ് കുറെ കാലത്തേക്കുള്ള ഒന്നും ഇല്ല. ബാങ്കർ യൂഷ്വലി ഫിക്സസ് ഇൻട്രസ്റ്റ് ഇൻ FRA ഷോർട്ട് ടേം ആണ്. ചിലപ്പോൾ നമ്മൾ 3 മാസത്തേക്കാണ് ഫോർവേഡ് കോൺട്രാക്ട്. ഹെഡ്ജിങ് ആണ്. നമ്മൾ 20 വർഷത്തേക്കൊന്നും നമ്മൾ ഹെഡ്ജ് ചെയ്യില്ലല്ലോ. ഫ്യൂച്ചറൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ പഠിച്ച കാര്യം ആലോചിച്ചാൽ മതി. ആരാ ഹെഡ്ജിങ്ങിൽ പോവാ? ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നോ? അല്ല, സ്പെക്യുലേറ്റേഴ്സ് ആയിരുന്നു. ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് ആണ്. ഷോർട്ട് ടേം പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൈസ് മൂവ്മെന്റ് നോക്കി അതിൽ ലാഭം ഉണ്ടാക്കുന്ന ഊഹക്കച്ചവടക്കാര്, ട്രേഡേഴ്സും സ്പെക്യുലേറ്റേഴ്സും ആണ് എന്തിലോട്ട് ഇറങ്ങാറ്? ഫ്യൂച്ചേഴ്സിലും ഇറങ്ങാറ്. കാരണം പ്രൈസ് മൂവ്മെന്റ് അവരെ ബാധിക്കുള്ളൂ. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് കുറച്ചു കാലത്തേക്ക് ആ പ്രൈസ് മൂവ്മെന്റ് നോക്കില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇത് ഹെഡ്ജ് ആണ്, അപ്പൊ ഷോർട്ട് ടേം ആണ്. 3 months, 6 months, 9 months അല്ലെങ്കിൽ 1 year ആണ്. അപ്പൊ ആരൊക്കെയാണ് ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റിലെ പാർട്ടി? ഒന്ന് ബയർ ഓർ ടേക്കർ. ആരാണോ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ സ്വാപ്പിൽ പഠിച്ച സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ആരാണോ ഫിക്സഡ് റേറ്റ് കൊടുക്കുന്നത് ആളാണ് ബയർ. ആരാ സെല്ലർ? ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യുന്ന ആളാണ് സെല്ലർ. ബയർ നമ്മൾ അവിടെ പഠിച്ചത് ലോവർ ആയിട്ടുള്ള ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആരാണോ ഉള്ളത് അയാളാണ് ബയർ റിസീവർ. ഇവിടെ അതും നോക്കുന്നില്ല. ഇവിടെ ലോവർ ആണോ ഹയർ ആണോ എന്ന് നോക്കുന്നില്ല. ആരാണോ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ആളാണ് ബയർ. ആരാണോ സെല്ലർ, ആരാണോ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് ആളാണ് സെല്ലർ. FRAന്റെ കുറച്ച് ടേംസ് അറിയണം, പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് അറിയേണ്ടതാണ്. 3 6s, 3/6 FRA എന്ന് പറഞ്ഞാൽ 3 × 6 എന്ന് പറഞ്ഞാൽ ഇതൊരു 3 monthന്റെ ലോൺ ആണ്. ഇറ്റ് 3 month ലോൺ ബിഗിനിങ് ഇൻ 3 months. 3 monthൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എങ്ങനെ ഇത് 3 month എന്ന് പറഞ്ഞേ? 3ന്റെയും 6ന്റെയും ഡിഫറൻസ് അതാണ് 3. അതാണ് 3 month ലോൺ. പക്ഷെ ഇത് 3 ആണ്. എപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ? 3 മാസം കഴിഞ്ഞിട്ടേ ലോൺ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് 3 month ലോൺ ബിഗിനിങ് ഇൻ 3 months. 3 മാസത്തിന്റെ ഉള്ളിൽ ഈ ലോണ്. അപ്പൊ 1/4 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതും 3 മാസമാണ്. 3 monthന്റെ ലോണാണ്. പക്ഷെ അതെന്ന് സ്റ്റാർട്ട് ചെയ്യും? 1 ആണ്. 1 monthന്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യും, ബിഗിനിങ് ഇൻ 1 month. 3 9s എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിന്റെ ഡിഫറൻസ് ആണ് ലോണിന്റെ പീരീഡ്. അപ്പൊ 6 months ലോൺ ആണ്. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? 3 monthsന്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യും, ബിഗിനിങ് ഇൻ 3 months. 6 × 3 ഇതിന്റെ 6 and 9 ഇതിന്റെ ഡിഫറൻസ് 3 ആണ്. അപ്പൊ 3 month ലോൺ ആണ്, പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 months ആണ്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ 6 against 9 month FRA എന്ന് പറഞ്ഞാൽ പാർട്ടീസ് അഗ്രി ടു എ 3 month റേറ്റ് ടു ബി സെറ്റിൽഡ് ഇൻ 6 months ടൈം അഗെയിൻസ്റ്റ് പ്രിവെയിലിംഗ് 3 month റെഫറൻസ് റേറ്റ്. അപ്പൊ 3 monthന്റെ റേറ്റിലാണ് ഇതാക്കുന്നത്. സെറ്റിൽമെന്റ് 6 months കഴിഞ്ഞിട്ടാണ്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആവും. സെറ്റിൽമെന്റ് ഓഫ് FRA സെറ്റിൽമെന്റ് ചെയ്യുന്നു എക്സ്പയറി ഡേറ്റില്. അപ്പൊ അതിൽ പറയുന്നത് ഇഫ് RR is greater than FRA, then seller pays the buyer of FRA for the difference between pre-specified forward rate and spot rate or reference rate prevailing at maturity.
on settlement date if RR is less than FR, the buyer pays seller for difference in rate. The problem is clear. If RR is same as FRA, there will be no exchange of cash flows. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എന്നൊരു 1 മിനിറ്റ് തരുന്നു, ഇത് നിങ്ങൾ തന്നെ ഒന്ന് വായിക്കൂ. ഈ പോയിന്റ് 1, 2, 3 നിങ്ങൾ തന്നെ വായിക്കൂ. എന്താണ് RR എന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് വായിക്കൂ. ഓക്കെ, വായിച്ചോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. നിങ്ങളിതൊന്ന് എഴുതിയെടുക്കണം. ഒരു ഫോർമുലയുണ്ട്, ആ ഒരൊറ്റ ബേസിസിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വരുന്നത്. അത് ഒരു കോംപ്ലിക്കേറ്റഡ് ഫോർമുലയാണ്, അപ്പോൾ അവിടെ എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മൈക്രോസോഫ്റ്റ് വൺ നോട്ടിൽ എഴുതുന്നുണ്ട്. കമ്പ്യൂട്ടേഷൻ ഇതാണ്, ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ആകെ ഒരു 3 ക്വസ്റ്റ്യനേ ഉള്ളൂ, ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Computation of amount payable, computation of amount payable or receivable on settlement of FRA. ഒരു ഫോർമുലയുണ്ട്, പേയ്മെന്റ് ഈക്വൽ ടു n multiplied by RR minus FR multiplied by DTM divided by DY. ബ്രാക്കറ്റിൽ ഇടുന്നുണ്ട്. DTM divided by DY കണ്ടുപിടിക്കണം, RR minus FR കണ്ടുപിടിക്കണം, എന്നിട്ട് n into RR minus FR into ഈ DTM divided by DY whole divided by 1 plus RR multiplied by DTM divided by DY and again DTM divided by DY ബ്രാക്കറ്റിൽ. അപ്പോൾ DTM ഡിവൈഡ് ബൈ DY കണ്ടുപിടിക്കും, പിന്നെ അത് 1 പ്ലസ് RRനോട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊക്കെ എന്താണെന്ന് അറിയണം. അപ്പോൾ n നമ്പർ അല്ല കേട്ടോ, n ഇവിടെ നമ്പർ അല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. n ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട്. n equal to notional principal amount. RR equal to reference rate ആണ്, അല്ലെങ്കിൽ spot rate. Reference rate. Normally ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is floating rate. It is floating rate. It is floating rate used in FRA, used in forward rate. Normally ഇത് മിബോറോ അല്ലെങ്കിൽ ലിബോറോ ആവും. ഓർ ചില ക്വസ്റ്റ്യനിൽ ഇതിനെ വേറൊരു പേരും കൂടി വിളിക്കാറുണ്ട്, സെറ്റിൽമെന്റ് റേറ്റ് എന്നുകൂടി വിളിക്കാറുണ്ട്. FR എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റേറ്റ് ആണ്. ബേസിക്കലി ഇത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്.
നെക്സ്റ്റ് DTM എന്ന് പറഞ്ഞാൽ സോറി ചെറിയ DTM മെച്യൂരിറ്റി നോക്കിയാൽ മതി മെച്യൂരിറ്റി ഓഫ് ഫോർവേഡ് എഗ്രിമെന്റ് ഇൻ ഡേയ്സ് ആണ്. അതാണ് DPM. മെച്യൂരിറ്റി ഇൻ ഡേയ്സ് ആണ്. DY എന്ന് പറഞ്ഞാൽ 365 ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. ഇത് ചില ക്വസ്റ്റ്യൻസിൽ 360 എന്ന് പറയും, ചില ക്വസ്റ്റ്യനിൽ 365 എന്ന് പറയും. ഓക്കെ, നോർമലി ഇത് കറൻസി ആണെങ്കിൽ എന്നത് ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. കറൻസിയുടെ കേസിൽ, ഇൻട്രസ്റ്റിന്റെ കേസിലല്ല, കറൻസിയുടെ കേസിൽ ഓൾ കറൻസീസ് ഡിവൈഡഡ് ബൈ 360 ആണ് ചെയ്യാറ്. പക്ഷെ അതിലാകെ ഒരു വ്യത്യാസമുള്ളത് പൗണ്ട് സ്റ്റെർലിംഗ് ആണെങ്കിൽ, പൗണ്ട് സ്റ്റെർലിംഗ് ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് ആണ്, പൗണ്ട് സ്റ്റെർലിംഗ് ആണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യുന്നത് 365 കൊണ്ടാണ്. ലണ്ടൻകാർ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിൻ്റെമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് വളരെ ഈസിയാണ്. ഫോർമുല അറിയണം, ഇൻപുട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 1. കൺസിഡർ CT Bank is selling 3x6 FRA worth 1 crore. The agreed rate with buyer is 5.5%. There are 92 days in 3 months. FRA. Assume that 3 months from today, settlement rate is 3.875. Determine how much FRA is worth and who will pay whom, whether buyer pays seller or seller pays buyer. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞു FRAയിൽ ആക്ച്വലി പ്രിൻസിപ്പൽ എമൗണ്ട് ഒന്നും തിരിച്ചു കൊടുക്കില്ല. FRAയിൽ ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റിൽ ഇതിന്റെ ഡിഫറൻസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് സെറ്റിൽ ചെയ്യലാണ്. ഹാഡ് ദ സെറ്റിൽമെന്റ് റേറ്റ് ബീൻ 7.125, then what will be your answer എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ഫിഗേഴ്സ് കണ്ടുപിടിക്കണം. കാൽക്കുലേഷന്റെ മുൻപ് നമുക്ക് ഫോർമുല അറിയണം. അപ്പൊ ഫോർമുലയ്ക്ക് വേണ്ട ഫിഗേഴ്സ് എത്രയാണ് FRA വർത്ത്, എത്ര എമൗണ്ട് ആരാർക്ക് കൊടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ബേസിക്കലി എന്താ പറയുന്നത്, കമ്പ്യൂട്ടേഷൻ ഓഫ് എത്രയാണ് പേ ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. എമൗണ്ട് പേ ചെയ്യേണ്ടതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ വേണ്ട ഡാറ്റാസ് ഒന്ന് നോക്കൂ. ഒന്ന്, നമുക്ക് എന്തറിയണം, N എത്രയെന്ന് അറിയണം. N നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് N. അപ്പോ N എത്രയെന്ന് അറിയണം. ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. N ഈക്വൽ ടു നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട്. ഈ ക്വസ്റ്റ്യനിൽ rupees 1 crore ആണ്. ഓക്കെ, ഇനി എന്താ അറിയേണ്ടത്, നമ്മുടെ ഫോർമുല എടുത്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് RR അറിയണം, റെഫറൻസ് റേറ്റ് അറിയണം. ഇപ്പൊ റെഫറൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റേറ്റിന്റെ ഇതാണ്. അപ്പോൾ എത്രയാണ് നമ്മുടെ റെഫറൻസ് റേറ്റ്? അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കൂ. കൺസിഡർ CT selling 3/6 worth 1 crore. Agreed rate with the buyer is 5.5. There are 92 days in 3 month FRA. Assume that 3 months from today, settlement rate is 3.875%. RR നിങ്ങൾ നോക്കിയേ, റെഫറൻസ് റേറ്റ്. ഇറ്റ് ഈസ് ഫ്ലോട്ടിംഗ് റേറ്റ് യൂസ്ഡ് ഇൻ FRA, അല്ലെങ്കിൽ മിബോർ, അല്ലെങ്കിൽ ലിബോർ, അല്ലെങ്കിൽ സെറ്റിൽമെന്റ് റേറ്റ്. അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്, സെറ്റിൽമെന്റ് റേറ്റ് തന്നിട്ടുണ്ട്. RR ഈ കേസിൽ സെറ്റിൽമെന്റ് റേറ്റ്, റെഫറൻസ് റേറ്റ്, സെറ്റിൽമെന്റ് റേറ്റ്.
3.875%. നമ്മൾ അത് ഇപ്പൊ തന്നെ ഡെസിമലിലോട്ട് മാറ്റുന്നു. 0.03875. നെക്സ്റ്റ് നമുക്ക് എന്താ അറിയേണ്ടത്? RR കണ്ടുപിടിച്ചു. ഇനി എന്തറിയണം? FR അറിയണം. ഫോർവേഡ് റേറ്റ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. FR എന്ന് പറയുന്നത് ഫോർവേഡ് റേറ്റ് ആണ്. അത് ഏതായിരുന്നു? ഫിക്സഡ്. ഇത് ഫ്ലോട്ടിംഗ് ആണ്. FR ഫോർവേഡ് റേറ്റ്. ഫോർവേഡ് റേറ്റ് ഫിക്സഡ് ആണ്. ഫിക്സഡ് റേറ്റ് എത്രയാ? എഗ്രീഡ് റേറ്റ് 5.5%. 0.055. നെക്സ്റ്റ് നമുക്ക് എന്താ അറിയേണ്ടത്? N അറിഞ്ഞു, FR അറിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് DTM എത്രയാ? മെച്ചൂരിറ്റി ഓഫ് ഫോർവേഡ് എഗ്രിമെന്റ് ഇൻ ഡേയ്സ് ആണ്. DTM മെച്ചൂരിറ്റി ഇൻ ഡേയ്സ് ആണ്. M മെച്ചൂരിറ്റി, D ഇൻ ഡേയ്സ്. അത് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. 92 ഡേയ്സ് ആണ്. There are 92 days in 3-month FRA എന്ന് പറഞ്ഞിട്ടുണ്ട്. So 92. നെക്സ്റ്റ് ഇനി ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ. ഏതാ? ആ DY. ആ DY നിങ്ങൾ അത്ര കഷ്ടപ്പെട്ട് DY എന്ന് പറഞ്ഞ് പഠിക്കൊന്നും വേണ്ട. ഇത് 360 ഡേയ്സ് ആയിരിക്കും. ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് 360 ഡേയ്സ് ആയിട്ട് എടുക്കാം. സോ DY ഈക്വൽ ടു 360. നോർമലി 360 ആണ്. പൗണ്ട് സ്റ്റെർലിംഗ് വരുമ്പോൾ നമ്മളത് 365 എടുക്കും. അപ്പൊ തീർന്നു. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എമൗണ്ട് എത്രയാ? എമൗണ്ട് എത്രയെന്നാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പേയ്മെന്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഫോർമുല ആദ്യം കോപ്പി പേസ്റ്റ് ചെയ്യും. N ഇൻറ്റു എന്താ ചെയ്യുന്നത്? ഫ്ലോട്ടിങ്ങിന്റെയും ഫിക്സഡിന്റെയും ഡിഫറൻസ്. അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചോളൂ കേട്ടോ. ഒരു പ്രശ്നവുമില്ലേ. ഞാൻ ഫോർമാറ്റ് എഴുതിയെന്നുള്ളൂ, റിയൽ ഫോർമുല എഴുതിയെന്നുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങും. ഇതൊക്കെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ പേരിട്ടിട്ട് എന്ത് മാത്രം പറഞ്ഞാൽ മതി? ഈ പറയുന്ന ഐറ്റംസ് എന്താന്ന് പറഞ്ഞാൽ മതി. 0.03875 ഫ്ലോട്ടിങ്ങും ഫിക്സഡിന്റെയും ഡിഫറൻസ് മൾട്ടിപ്ലൈഡ് ബൈ നമ്മുടെ പീരീഡ് എത്രയാ? ഇത് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട്. ആ എമൗണ്ട് നമ്മൾ എന്താ പറഞ്ഞേ? പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രിൻസിപ്പൽ എമൗണ്ട് പേ ചെയ്യില്ല. പകരം നമ്മൾ എന്താ പറഞ്ഞത്? പ്രിൻസിപ്പൽ എമൗണ്ട് അല്ല നമ്മൾ പേ ചെയ്യുക. പകരം എന്താ ചെയ്യുന്നത്? ഡിഫറൻസ് ആണ്. എന്തിന്റെ ഡിഫറൻസാ? ഫിക്സഡിന്റെയും ഫ്ലോട്ടിങ്ങിന്റെയും ആ ഒരു ഡിഫറൻസ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ആണ് കണ്ടുപിടിച്ചത്. ഫ്ലോട്ടിങ്ങിന്റെയും ഫിക്സഡിന്റെയും ഡിഫറൻസ്. അതാണ് ഇവിടെ. ഇതിനോട് എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? നോമിനൽ വാല്യൂനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര മാസത്തേക്കാണ് നമ്മൾ പ്രിൻസിപ്പൽ എടുത്തിരിക്കുന്നത്? 3 മാസത്തേക്ക്. പക്ഷെ മാസം പറയാൻ പറ്റില്ല. എന്ത് പറയണം? ഡേയ്സ് പറയണം. ഡേയ്സിലാവണം. 92 ഡിവൈഡഡ് ബൈ റേറ്റ് ഒക്കെ തന്നിരിക്കുന്നത് 360 ആ. ഒരു വർഷത്തേക്കാ. അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. പ്രത്യേകിച്ച് ഒന്നുമില്ല. സാധാരണ നമ്മുടെ ഫോർമുലയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡ് ബൈ 365 എന്നുള്ളതിന് പകരം 360 ഉള്ളൂ. അത്രയേ ഉള്ളൂ. ആ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിഫറൻസേ നമ്മൾ സെറ്റിൽ ചെയ്യുള്ളൂ. പ്രിൻസിപ്പൽ എമൗണ്ട് സെറ്റിൽ ചെയ്യില്ല. അപ്പൊ ആ ഒരു എമൗണ്ട് ആണ് ഈ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിഫറൻസ് എത്രയാ ഈ പ്രിൻസിപ്പൽ എമൗണ്ടില്. അത് എത്ര മാസത്തേക്കാണ്? സാധാരണ കണക്കാണ്. ബട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് RR റഫറൻസ് റേറ്റ് ഫ്ലോട്ടിംഗ് 0.3875 മൈനസ് 92 ഡിവൈഡഡ് ബൈ 360. അപ്പൊ നമ്മുടെ കാൽക്കുലേറ്റർ എടുക്കൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടുന്നത്, ഇനി നമ്മൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. N 1 crore മൾട്ടിപ്ലൈഡ് ബൈ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. ഞാൻ എൻ്റെ കാൽക്കുലേറ്റർ എടുക്കും.
Okay. So 0.03875 minus 0.055 equal to 0.01625. Minus figure ആണ് minus 0.01625 into 92 by 360 divided by 92 divided by 360 into 0.01625 of 1 plus point ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു ഈ 0.03875 92 by 360 മൾട്ടിപ്ലൈ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.0099 വരുന്നു അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 crore multiplied by 0.01625 into 92 divided by 360 divided by 1.0099 equal to the final answer or 41,121 120.68 rounding off error ചെറുതായിട്ടുണ്ടാവാം ചെറിയ rounding off error ഒക്കെ ഉണ്ടാവാം 41,120 അല്ലെങ്കിൽ 112 ചെറിയ rounding off error ഒക്കെ ഉണ്ടാവാം ഓക്കെ അത് മൈനസ് ആണ് ഇവിടെ മൈനസ് ആയിരുന്നു മൈനസ് ഫിഗർ ആണ് ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിച്ചേ ഇപ്പൊ നമ്മൾക്ക് എന്താ കിട്ടിയത് ഇപ്പോ ഇനി നിങ്ങളൊരു കാര്യം ചെയ്യൂ എത്രയും നമ്മുടെ സെറ്റിൽമെന്റ് റേറ്റ് പിന്നെ അതേപോലെ തന്നെ സെറ്റിൽമെന്റ് റേറ്റ് എടുക്കുന്നു ഇനി എന്റെ നോട്ട് ഒന്ന് എടുക്കുന്നുണ്ട് നോട്ട് വായിക്കുന്നുണ്ട് if RR is greater than FRA ഇപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചത് FRA കണ്ടുപിടിച്ചു FRA യില് റഫറൻസ് റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് റഫറൻസ് റേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് റഫറൻസ് റേറ്റ് RR തന്നിട്ടുണ്ട് RR എത്ര നമ്മുടെ RR 3.875 ആണ് RR 3.875% just a minute 3.875% because RR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ് ആണ് ഫ്ലോട്ടിംഗ് റേറ്റ് 3.875 എത്ര നമ്മുടെ FR ഫോർവേഡ് റേറ്റ് ഫിക്സഡ് റേറ്റ് 5.5% ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ RR എന്തിലേറെ ലെസ് ആണ് റഫറൻസ് റേറ്റ് അല്ലെങ്കിൽ സെറ്റിൽമെന്റ് റേറ്റ് RR is less than FR RR is less than FR RR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് FR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് RRന് വേറൊരു പേരും കൂടി ഉണ്ട് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ലിബോർ അല്ലെങ്കിൽ മിബോർ എന്നൊക്കെ പറയും അപ്പോൾ RR is less than FR അപ്പൊ ഇനി ഒരു നോട്ട് എടുക്കൂ on settlement date if RR is less than FR ഇതാണ് നമ്മുടെ കേസ് രണ്ടാമത്തെ കേസ് RR is less than FR അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത് ബയർ പേസ് സെല്ലർ ഫോർ ഡിഫറൻസ് ഇൻ റേറ്റ് അപ്പൊ ആരാ പേ ചെയ്യുന്നത് ബയർ ആണ് പേ ചെയ്യുന്നത് സോ RR is less than FR therefore buyer pays seller എത്ര എമൗണ്ട് കൊടുക്കേണ്ടത് സെല്ലർ ഫോർ ദ ഡിഫറൻസ് ഇൻ റേറ്റ്
എത്ര ഡിഫറൻസ് ഇൻ റേറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 41 നെഗറ്റീവ് ചെയ്തേ 41.121 ഓർ 120.68. 120.68. അപ്പൊ ഇതിൽ നമ്മളോട് രണ്ട് ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നത്. ഒന്ന്, എത്രയാണ് എമൗണ്ട്? Assume 3 months from today's settlement rate is determine how much FRA is worth. 41,120. Who will pay whom? Buyer will pay seller. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, had the settlement rate been 7.125 എന്ന് പറഞ്ഞാൽ RR 7.125 ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? അപ്പൊ ഇതിൽ എന്ത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ആൻസറിൽ RR ഒന്ന് മാറ്റിയാൽ മതി. if RR settlement rate is 7.125%. ഫോർമുല ഞാൻ വീണ്ടും എഴുതി വെക്കുന്നു. പേയ്മെന്റ്, എത്ര പേയ്മെന്റ് ചെയ്യേണ്ടത്? ഇനി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ന്യൂമറേറ്റർ ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 1 crore മൾട്ടിപ്ലൈഡ് ബൈ റേറ്റിന്റെ ഡിഫറൻസ്. റേറ്റിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് റേറ്റ് എവിടെ നിന്ന് കുറയ്ക്കും? നിന്ന് കുറയ്ക്കും എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ഫിക്സഡ് നിന്ന് കുറയ്ക്കും. RR 7.125% ആണ്. അപ്പൊ പെർസെന്റേജിലോട്ട് ആക്കുമ്പോൾ 0.07125 മൈനസ് അപ്പുറത്തെ ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 0.055 ആണ്. FR ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 0.055 മൾട്ടിപ്ലൈഡ് ബൈ ഇയറിൽ 360 പെർ ആനം റേറ്റ് ആണ് തന്നിരിക്കുന്നത്. എത്ര ഡേയ്സ് ഉണ്ട്? 92 ഡേയ്സ് ഉണ്ട്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഈ പറയുന്ന 0.017 നമ്മുടെ RR മൾട്ടിപ്ലൈഡ് ബൈ 92 ബൈ 360. ഇപ്പൊ കാൽക്കുലേറ്റർ എടുക്കുക. 0.07125 മൈനസ് 0.055 ആദ്യം കണ്ടുപിടിച്ചു. മൾട്ടിപ്ലൈഡ് ബൈ 92 ഡിവൈഡ് ബൈ 360 മൾട്ടിപ്ലൈഡ് ബൈ 1 crore equal to 41,527.7777. 0.07125 multiplied by 92 by 360 0.0182 ആണ് കിട്ടുന്നത്. 1 പ്ലസ് 0.01820 എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. 41,527.77 divided by 1.0182 equal to 40,785.47 equal to rupees 40,785.47. ഓക്കെ, പേയ്മെന്റ് കിട്ടി. ഇനി ഇത് നോക്കണ്ടേ, ബയർ സെല്ലർക്ക് കൊടുക്കണോ സെല്ലർ ബയർക്ക് കൊടുക്കണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ? RR എത്രയാ? RR 7.125% ആണ്. സെറ്റിൽമെന്റ് റേറ്റ് ലിബോർ അല്ലെങ്കിൽ മിബോർ. എത്ര നമ്മുടെ FR ഫിക്സഡ് റേറ്റ് എത്രയാ? 5.5%. അപ്പൊ RR എന്തിലേറെ കൂടുതലാ? FRലേറെ കൂടുതലാ. അപ്പൊ നോക്കുന്നു ആ സിറ്റുവേഷൻ എന്താ? ഇഫ് RR ഈസ് ഗ്രേറ്റർ ദാൻ FR then seller pays buyer for the FRA difference. അപ്പോൾ RR is more than FR. RR more than FR. അങ്ങനെയാണെങ്കിൽ therefore ആരാ പേ ചെയ്യുക? Seller pays 40,785.47 to buyer. തീർന്നു. ഇനി ഇതിലേറെ ഒരു എളുപ്പമാർഗമുണ്ട്, പറഞ്ഞു തരട്ടെ. ഇതിലേറെ ഒരു എളുപ്പമാർഗം. എന്താ എളുപ്പമാർഗം? ഈ ഫോർമുല ഓർത്ത് വെക്കുക. ഈ ഫോർമുലയിൽ നമുക്ക് ആൻസർ, ഫസ്റ്റ് ആൻസർ എന്തായിരുന്നു? നെഗറ്റീവാ കിട്ടിയത്. അപ്പൊ ഫോർമുലയുടെ ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ ബയർ ആണ് പേ ചെയ്യുക, പോസിറ്റീവ് ആണെങ്കിൽ സെല്ലർ ആണ് പേ ചെയ്യുക. RRും FR ഒന്നും ആലോചിച്ചിട്ട് ഏതാണെന്നൊന്നും ഓർക്കണ്ട. ആകെ ഓർക്കേണ്ടത് ഫോർമുലയിൽ വരുന്ന ആൻസർ. ഫോർമുലയിലെ ആൻസർ കിട്ടുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ
ഫോർമുല ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ ബയർ വിൽ പേ. ബയർ പേസ്. ഫോർമുലയിൽ വരുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ സെല്ലർ പേസ്. സെല്ലർ പേസ്. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ആ FR-ഉം RR-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവസാനം കൺഫ്യൂഷൻ ആവണ്ട. നെഗറ്റീവ് ആണെങ്കിൽ ബയർ പേ ചെയ്യും, പോസിറ്റീവ് ആണെങ്കിൽ സെല്ലർ പേ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. AB Limited rolls over rupees 10 million loan at LIBOR for 3 months. Company feels that LIBOR rates are rising in 3 months. അപ്പൊ കമ്പനിയുടെ ഫീൽ അതാണ്. അപ്പൊ പ്രൈസ് കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ അത് ലോക്ക് ചെയ്യാനാണ് FRAയിലോട്ട് ഇറങ്ങുന്നത്. സപ്പോസ് കറന്റ് LIBOR റേറ്റ് is 5.475. How AB Limited can use FRA at 7% offered by a bank? To reduce interest rate risk on this loan. In 3 months, if interest rates have arisen to 7.25, how much will AB Limited receive or pay on its FRA? Assume 3 months period is 90 days. Question ഒന്ന് വായിക്കും. ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് വായിക്കും. ഓക്കെ, വായിച്ചോ. അപ്പൊ നമ്മളോട് പേയ്മെന്റ് ചോദിച്ചത് ഏതാ? പേയ്മെന്റ് ചോദിച്ചത് 7.25 ബേസിസിലാണ്. In 3 months, if interest rate have risen to 7.25, how much will AB Limited receive or pay on its FRA? 3 month period 90 days ആണെന്ന് അസ്യൂം ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, തന്നിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും നമ്മൾ 92 അല്ല അസ്യൂം ചെയ്യുക, 90 ഡേയ്സ് ആണ് അസ്യൂം ചെയ്യുക. 6 month ആണെങ്കിൽ 180 ഡേയ്സ് ആണ് അസ്യൂം ചെയ്യുക. 30 ആണ്, ഒരു മന്തിൽ 30 എന്നുള്ള രീതിയിൽ. കഷ്ടപ്പെട്ട് 30, 31, 30 എന്ന് കണ്ടുപിടിക്കേണ്ട, ഒരു മന്തിൽ 30 ഡേയ്സ്. അപ്പൊ 3 മന്തിന്റെ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 30 × 3 90 ചെയ്യാം. 6 മന്തിന്റെ ഡേറ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ 30 × 6 180 ചെയ്യാം. 9 മന്തിന് തന്നിട്ടില്ലെങ്കിൽ 30 × 9 270 ചെയ്യാം. 1 ഇയർ, ഒരു മാസത്തിൽ 30 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ 30 × 12 360. അങ്ങനെയാണ് 360 വരുന്നത്. ഒരു മാസം 30 ആണ് അസംഷൻ, ക്വസ്റ്റ്യൻ സൈലന്റ് ആണെങ്കിൽ. അതിൽ പൗണ്ട് സ്റ്റെർലിംഗിൽ മാത്രം 365. അവർ ആ 5 ദിവസം അവർക്ക് പറ്റില്ല. അവർ 30, 31, 30, 28, 29 നോക്കുന്ന ആളുകളാണ് ബ്രിട്ടീഷുകാര്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എമൗണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല. AB ലിമിറ്റഡിന് ഈ പറയുന്ന FRA എങ്ങനെ യൂസ് ചെയ്യാം? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. നമ്മുടെ സാധാരണ കോമൺ സെൻസ് ആണ്. അവർ ഇപ്പോ എത്രയാണ് കൊടുക്കുന്നത്? കറന്റ്ലി അവർ കൊടുക്കുന്നത് 5.475 ആണ് കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ്. കറന്റ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് 5.475 ആണ്. ലിബോർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായി മാറി? ലിബോർ മിബോർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് ആണ്, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പൊ അവരുടെ പേടി എന്താ? പേടി 3 മാസം കഴിയുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യൂ എന്നാണ് അവരുടെ പേടി. അപ്പൊ അങ്ങനെ പേടിയുള്ള ആളാണെങ്കിൽ അവരെന്ത് എൻറ്റർ ചെയ്യട്ടെ? FRAയിലോട്ട് എൻറ്റർ ചെയ്യട്ടെ. അവരെങ്ങനെ FRA എൻറ്റർ ചെയ്യും? ബൈ 3 × 6 3 × 6 FRA 3 × 6 FRA വാങ്ങിക്കാം. എന്താ 3 മാസത്തിന്റെ ഡിഫറൻസ്? 3 × 6 എന്ന് പറഞ്ഞാൽ 3 മാസത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കേസ് 3 ആണ്. ഈ 3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ 3/6 ആണ് യൂസ് ചെയ്യേണ്ടത്. ഡിഫറൻസ് 3 വരണം, കാരണം നമ്മുടെ ലിബോർ 3 ആണ്. അപ്പൊ ഡിഫറൻസ് 3 വരണം. അപ്പൊ 1/3 ആണോ അത് 3/6 ആണോ 6/9 ആണോ? 1/3 ആണെങ്കിലും 3/6 ആണെങ്കിലും 6/9 ആണെങ്കിലും ഡിഫറൻസ് 3 ആ. അപ്പൊ അത് പ്രശ്നമില്ല. അപ്പൊ 1/3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 മന്ത് കഴിഞ്ഞിട്ടാ. 3/6 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 മാസം കഴിഞ്ഞിട്ടാ.
6/9 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 6 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? 3 മാസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? 3/6 എടുത്തത്. അപ്പൊ 3/6 FRAയിലോട്ട് എൻറ്റർ ചെയ്യണം, ബൈ ചെയ്യണം. ബൈ ചെയ്യുമ്പോൾ അവർക്ക് എത്രയിൽ കിട്ടും? 7% കിട്ടും. ഇനി സെറ്റിൽമെന്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ ആ സമയത്ത് 7.25 ആണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്താ പ്രശ്നമില്ലാത്തത്? അവർ 7% തരാമെന്ന് പറഞ്ഞിട്ട് ബൈ ചെയ്തിട്ടുണ്ട്. അവർ ആ കോൺട്രാക്ട് ഹോണർ ചെയ്തിട്ട് 7% ഇൻട്രസ്റ്റിലോട്ട് എൻ്റർ ചെയ്യും. 7.25 ആണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. അപ്പൊ ഫസ്റ്റ് കേസിൽ ഞാൻ ആൻസർ ചെയ്തു. കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് 5.475. ഇഫ് ദേ are worried about rising 3 months കാര്യമാണെങ്കിൽ by 3 into 6 FRA at 7%. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ട് അത്രയേ ഉള്ളൂ. By 3/6 FRA 7%. If you believe price is going to rise. If you are worried, price is going to rise. ഇനി എന്താ പറയുന്നത്? 3 monthsന്റെ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് 7.25 ആയി ഇൻക്രീസ് ചെയ്തു. എന്ത് കിട്ടി? റഫറൻസ് റേറ്റ് കിട്ടി. എത്ര കിട്ടിയത്? റഫറൻസ് റേറ്റ് കിട്ടി. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ 2യുടെ ആൻസർ ചെയ്താൻ പോവാണ്. ക്വസ്റ്റ്യൻ 2ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. RR 7.25% ആണ്. ഓക്കെ. സെറ്റിൽമെന്റ് ഡേറ്റ് RR എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ്, നമ്മുടെ ഫ്യൂച്ചറിലെ റേറ്റ്, സെറ്റിൽമെന്റ് റേറ്റ് RR. FR ഈ കേസിൽ FR എത്രയാണ്? FR ഇവിടെ തന്നിട്ടുണ്ട്. ഹൗ ദേ കൻ യൂസ് എൻ FRA ഓഫ് 7%. എന്താ FR എന്ന് പറഞ്ഞാൽ? ആ ഫിക്സഡ് റേറ്റ് ആണ് എടുക്കേണ്ടത്. ഇതിൽ ഫ്ലോട്ടിംഗ് റേറ്റ് 5.475 ആണ്. പക്ഷേ 6 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്ത് എത്രയായി? 7% ആയി. ഇപ്പൊ നമ്മുടെ FR എത്രയായി? ഇപ്പൊ 7% ആണ്. 3 മാസത്തിന് ശേഷമുള്ള കാര്യം അവർ ചോദിക്കുന്നത്. ഇൻ 3 months how much will AB Limited receive or pay on FR? അപ്പൊ പേയ്മെന്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ പേയ്മെന്റ് ഈക്വൽ ടു നമ്മുടെ നോമിനൽ വാല്യൂ. എത്ര നോമിനൽ വാല്യൂ? 10 million. അപ്പൊ 10 million അതേപോലെ തന്നെ എടുക്കുന്നു. മില്യൺ ലാസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാം. 10 million അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കൺവേർട്ട് ചെയ്യുന്നു. ഇന്ന് രാവിലെ പഠിച്ചതാ. 10 million എന്ന് പറഞ്ഞാൽ 1 crore ആണ്. കൺവേർട്ട് ചെയ്തു. ഇൻടു എന്തിന്റെ ഡിഫറൻസ്? ഇപ്പത്തെ റേറ്റ് 0.0725 സെറ്റിൽമെന്റ് അന്നത്തെ റേറ്റ് മൈനസ് ഫ്ലോട്ടിംഗ് ചെയ്ത് ഇതിന്റെ ഡിഫറൻസ് 0.07. എത്ര മന്താ? 3 മാസം. അപ്പൊ 90 ആണ്. ക്വസ്റ്റ്യനിലും പറഞ്ഞു 90 ഡിവൈഡഡ് ബൈ 360. 1 പ്ലസ് ഈ പറയുന്ന ആള് 0.0725 മൾട്ടിപ്ലൈഡ് ബൈ 90/360. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുതേ. 90/360. But this is equal to 0.0725 minus 0.0025 into 1 crore 25,000 multiplied by 90/360 equal to 6,250 divided by 1 plus. അങ്ങനെ തന്നെ ഇടുന്ന ചില സ്റ്റുഡൻസ് 1.0725 into 90/360 ചെയ്യും. ആൻസർ തെറ്റും. അതുകൊണ്ടാണ് ഞാൻ 1 പ്ലസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇടുന്നത്. 0.0725 into 90 divided by 360 equal to 0.01812. അവിടെ റൗണ്ട് ചെയ്യാം. ഒരു 4 ഫിഗറിലോട്ട് റൗണ്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 6,250 divided by 1.018125 equal to റൗണ്ട് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. റൗണ്ട് ഒക്കെ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഈക്വൽ ടു 6,138.734. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു 1 ഇല്ലേ? 1 ഇല്ല. 6,250 divided by 1.018 25 613.798. നിങ്ങൾ 0.0182 എന്ന് പറഞ്ഞ് നിർത്തിയാലും പ്രശ്നമൊന്നുമില്ല. 183 എന്ന് പറഞ്ഞ് നിർത്തിയാലൊന്നും പ്രശ്നമൊന്നുമില്ല. ചെറിയ റൗണ്ടിങ് ഓഫ് എറർ ഉണ്ടാവും. ഇഷ്യൂ അല്ല. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ നോക്കുന്നേ? പോസിറ്റീവാ ഫിഗർ.
പോസിറ്റീവ് ആണ് ഫിഗർ എങ്കിൽ ഞാൻ തൊട്ട് മേലെ മുമ്പ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. പോസിറ്റീവ് ആണ് ഫിഗർ എങ്കിൽ ആരാ പേ ചെയ്യുന്നത്? സെല്ലർ പേസ്. നമ്മൾ എന്ത് പറയും? therefore seller pays. Seller will pay buyer rupees 6137.98. തീർന്നു. ഓക്കെ, നെക്സ്റ്റ്. നിങ്ങൾ തീർന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. ഇത് വളരെ ഈസിയുള്ള ചാപ്റ്റർ ആണ്. ആ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഫോർമുലാസ് അറിഞ്ഞിരിക്കണം, ഇൻഫോർമേഷൻ പിക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ 2 തിയറിയാണ് ബേസിക്കലി. ഇൻട്രസ്റ്റ് റേറ്റ് ക്യാപ്പും ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോറും തിയറി ആയിട്ട് മാത്രം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ക്യാപ്പ്, എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോർ? സോ അപ്പോൾ നോട്ട് എടുക്കൂ. ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് ടു പേ മാക്സിമം ഇൻട്രസ്റ്റ്. It's an agreement to pay maximum interest on borrowing a loan. Interest rate cap is generally used in floating rate bond where interest rate is tied to benchmark like LIBOR or MIBOR. മാക്സിമം ഇൻട്രസ്റ്റ് ലോണുമ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ക്യാപ്പ്. അത് നോർമലി ഏതിനാ നോക്കുന്നത്? ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുമലാണ് ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് ടൈ ചെയ്തിരിക്കുന്നത് ലിബോർ പ്ലസ് മിബോർ ആണ്. എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും പറയുന്നത് ലിബോർ പ്ലസ് 2% ഞാൻ തന്നോളാം. അപ്പൊ എന്താ പറയുന്നത്? ലിബോറിൽ എത്രയാണോ ആ ലിബോറിന്റെ ലെൻഡർ ഇന്റർ ബാങ്കിലേറെ കൂടുതൽ 2% ഞാൻ തന്നോളാം. അല്ലെങ്കിൽ മിബോർ മുംബൈ ഇന്റർ ബാങ്കിലേറെ 2% ഞാൻ തന്നോളാം. അപ്പൊ ലിബോർ അല്ലെങ്കിൽ മിബോർ പ്ലസ് ഞാൻ തന്നോളാം മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ്. ലിബോർ അല്ലെങ്കിൽ മിബോർ എന്ന് പറഞ്ഞ ബെഞ്ച് മാർക്കിന് ടൈപ്പ് ആണ്, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ബൈയിങ് എ ക്യാപ് മീൻസ് ബൈയിങ് എ കോൾ ഓപ്ഷൻ. ക്യാപ്പ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ വാങ്ങിക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റിൽ കോൾ ഓപ്ഷൻ വാങ്ങിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഐ വിൽ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോർ ആണ്. ക്യാപ്പ് ഉണ്ട് തലയിൽ വെക്കുന്നു, ഫ്ലോർ ഉണ്ട് കാലിൽ വെക്കുന്നു, നിലത്ത് വെക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോർ ഓവർ നിലത്താണ് വെക്കുന്നത്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിലാണ് വെക്കുന്നത്, മുകളിലാണ്. അപ്പൊ മാക്സിമം എന്ന് ആലോചിച്ചാൽ മതി. മാക്സിമം. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ കാലിലാണ്, ഫ്ലോറിലാണ് വെക്കുന്നത്. അപ്പൊ ഏറ്റവും താഴെയാണ്, മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോർ ഇസ് എൻ ഓപ്ഷൻ വേർ മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഫിക്സഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നത്, ബോറോവർ അല്ല, ലെൻഡർ ആണ്. Interest rate floor implies that if interest rate goes beyond certain level, seller will compensate for decline in rate. Buying a floor എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ ആണ്. കാരണം ഇത് സെല്ലർ ആണ്, ലെൻഡർ ആണ് ഇത് വരുന്നത്. എന്താ പറയുന്നത്? ഒരു ലെവലിൽ താഴെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് കോമ്പൻസേറ്റ് ചെയ്തോളാം. സോ മാക്സിമം ചെറിയ കാര്യങ്ങൾ മാത്രം, തിയറി ചെയ്താലുള്ള പോയിന്റ്സ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ക്യാപ്പ് തലയിൽ വെക്കുന്നതുകൊണ്ട് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോട്ടിംഗ് റേറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ആ ഫ്ലോട്ടിംഗ് റേറ്റ് ലിബോർ അല്ലെങ്കിൽ മിബോറിൽ ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ ആണ്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ മിനിമം ആണ്, ഫ്ലോർ നിലത്താണ്, അപ്പം മിനിമം ആണ്. ഫ്ലോട്ടിംഗ് റേറ്റ് ആരാണ് യൂസ് ചെയ്യുന്നത്? പക്ഷേ സെല്ലറാണ് യൂസ് ചെയ്യുന്നത്, ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നത്. സെല്ലർ ആയതുകൊണ്ട് തന്നെ അതിനെ എന്ത് വിളിക്കും? പുട്ട് ഓപ്ഷൻ ആണ്. ബൈയിങ് എ ഫ്ലോർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈയിങ് എ പുട്ട് ഓപ്ഷൻ. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കോളർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കോളർ തലയിലും അല്ല നിലത്തും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈയിങ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ക്യാപ് ആൻഡ് സെല്ലിങ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോർ ആണ്. കോമ്പിനേഷൻ ആണ്, കോംബോ. കൂടുതലൊന്നും അറിയണ്ട, ഈ തിയറി മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ ഓപ്ഷനിലൊക്കെ പഠിച്ച പോലെ ബുൾ സ്പ്രെഡ്, ബിയർ സ്പ്രെഡ്, അതേപോലെ ബട്ടർഫ്ലൈ സ്പ്രെഡ് തിയറി ആയിട്ട് വരുന്ന ഏരിയ ആണ്. പക്ഷെ ഇതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. Question number 3. AB Limited has purchased a cab.
എ ക്യാപ്പ്. അപ്പൊ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തലയാണ്. തല എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. മാത്രമല്ല എന്താ ചെയ്തിരിക്കുന്നത്? കോൾ ഓപ്ഷൻ ആണ് ബൈ ചെയ്തിരിക്കുന്നത്. ഇത് അറിയണം, കോൾ ഓപ്ഷൻ. അപ്പൊ ആ തിയറി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട്. പിന്നെ തിയറിന്റെ പേർപ്പസിനും തിയറി പറഞ്ഞു. AB Limited has purchased a cap worth 400 million at 9%. Premium payable for cap is 0.065. നമ്മൾ പഠിച്ചു ഓപ്ഷൻ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിലായിട്ട് ഓപ്ഷനിലായിരുന്നു. ഓപ്ഷൻ നമ്മൾ പഠിച്ചത് ആ ഓപ്ഷൻ വാങ്ങിച്ച ആൾക്ക്, ഹോൾഡർക്ക്, ബയ്യർക്ക് തീരുമാനിക്കാം ആ കോൺട്രാക്ട് ഓപ്ഷൻ എക്സസൈസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഓപ്ഷൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും പ്രശ്നമില്ല. എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, എക്സസൈസ് ചെയ്താലും ഇല്ലെങ്കിലും ലാപ്സ് ആക്കിയാലും നമ്മുടെ സെല്ലർക്ക് എന്ത് കിട്ടും? പ്രീമിയം കിട്ടും. അപ്പൊ അത് ഇവിടുത്തെ അതേപോലെ തന്നെ പ്രീമിയം ഉണ്ട്. ഫ്ലോർ ഓഫ് 400 കാല മിനിമ 400 million is available at 4% premium of 0.69. മിനിമം ആണ്. ഇത് സെല്ലറാ യൂസ് ചെയ്യുന്നത്. ഇത് പുട്ട് ഓപ്ഷൻ ആണ്. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സെല്ല് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐ വിൽ ബൈ. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഫോർമുലാസ് ഉണ്ട്, പേടിക്കണ്ട. ഫോർമുലാസ് കുറച്ചധികം ഫോർമുലാസ് വരുന്നുണ്ട്. ഒരു ബേസിക് ഫോർമുല ഉണ്ട്. ആ ബേസിക് ഫോർമുല അറിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത്. അപ്പൊ ആ ഫോർമുല ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. അത് ഞാൻ എൻ്റെ നോട്ടിൽ തന്നിട്ടില്ല എന്ന് മാത്രം. Find the amount received by AB Limited if interest rate increases to 10%. Compute amount of net savings of AB Limited. Of AB Limited. Okay. ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോർമുലയൊക്കെ ഉണ്ട്. ആ ഫോർമുലയുടെ സഹായം ഇല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. ഫോർമുല ഉണ്ട്, പക്ഷെ ഫോർമുലയുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. AB Limited has purchased a cap worth 400 million at 9%. ഇപ്പൊ ചോദിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് 10% ആയാൽ ആളുടെ നെറ്റ് സേവിങ്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. നമ്മളിപ്പോ ഒരു പോയിന്റ് പഠിച്ചു. എന്താ നമ്മൾ പോയിന്റ് പഠിച്ചത്? നമ്മൾ ആക്ച്വൽ എമൗണ്ട് ഒന്നും സെറ്റിൽ ചെയ്യില്ല. എന്തേ സെറ്റിൽ ചെയ്യുള്ളൂ? ഡിഫറൻസേ സെറ്റിൽ ചെയ്യുള്ളൂ. നമ്മൾ ആക്ച്വൽ എമൗണ്ട് ഒന്നും സെറ്റിൽ ചെയ്യില്ല. എന്ത് ചെയ്യുള്ളൂ? ഡിഫറൻസേ സെറ്റിൽ ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല പറയുന്നു, പിന്നെ ഞാൻ ലോജിക്കും പറഞ്ഞുതരാം. അപ്പൊ ഫോർമുല ഇതാണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് എത്രയാണ് എമൗണ്ട് പേയബിൾ എന്ന് നോക്കുകയാണ്. എത്രയാണ് ആ ഓപ്ഷൻ വരുന്ന സമയത്ത്, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട ഫോർമുല. നേരത്തെ പറഞ്ഞു നമ്മൾ n മൾട്ടിപ്ലൈഡ് ബൈ ഇതിന്റെ ഡിഫറൻസ് r മൈനസ് RC എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഞാൻ. r സ്മോൾ r ആണ് സാധാരണ യൂസ് ചെയ്യാറ്. അപ്പൊ ഞാൻ അതന്നെ യൂസ് ചെയ്യുന്നുണ്ട്. മൈനസ് RC ഇൻറ്റു D ബൈ 360. അപ്പോൾ n എന്ന് പറയുന്നത് 400 മില്യൺ ആണ്. മില്യൺ തന്നെ നിർത്തട്ടെ, അല്ലെങ്കിൽ കുറെ പൂജ്യം വരും. ഇൻറ്റു R എന്ന് പറയുന്നത് നമ്മുടെ ലിബോർ ആണ്. R ലിബോർ ആവാം, അല്ലെങ്കിൽ മിബോർ ആവാം. ഇൻഡെക്സ് ആണ് R. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 9%. സോറി ഇൻട്രസ്റ്റ് റേറ്റ് 10%. അപ്പോൾ 10% മൈനസ് RC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ക്യാപ്പ് C, അങ്ങനെ ആലോചിച്ചാൽ മതി. ക്യാപ്പിന്റെ റേറ്റ് ആണ് C, ക്യാപ്പാണ്. ഇപ്പൊ ക്യാപ്പിന്റെ റേറ്റ് 9% ആണ്. ABS ലിമിറ്റഡ് ക്യാപ്പ് വർത്ത് 9%. ഇൻറ്റു D ബൈ 360. നമുക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ 1 ഇയർ ആണ് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇൻറ്റു 1 ആക്കുന്നു. 360 ബൈ 360. അപ്പൊ 400 ഇൻറ്റു 1%. അപ്പൊ 400 വന്നു. അപ്പൊ 400 വന്നു. 400 ഇൻറ്റു 1%. 1% ആണ്. 400 ഇൻറ്റു 1% ഇൻറ്റു 1, സോ ഈക്വൽ ടു 4 rupees. 4 മില്യൺ ആണ്. 40 ലക്ഷം.
അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ നെറ്റ് സേവിങ്സ് ഇപ്പൊ ഒരു എമൗണ്ട് പേയബിൾ ഉണ്ട്. എത്ര ഇപ്പോഴത്തെ എമൗണ്ട് പേയബിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് 4 മില്യൺ ആണ്. അപ്പോൾ നെറ്റ് സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് സേവിങ്സ്, എനിക്ക് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് ഇവിടെ എഴുതുന്നുണ്ട്. ഡിഫറൻസ് ഇൻ, ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് പ്രോപ്പർ ആയിട്ട്, നമുക്ക് ആ ഫുൾ ഡിസ്കഷൻ വേണം. amount payable formula equal to n into r minus rc into d by 360. n 400 million. rc എന്താ നോക്കിയാൽ മതി. rc എന്ന് പറഞ്ഞാൽ ക്യാപ്പ് ആണ്. അപ്പോൾ 9%, മറ്റേത് 10 ആയിരിക്കും, into 1. So 4 million into 1% equal to 4 million. ഓക്കെ, പോസിറ്റീവ് ഫിഗർ ആ കിട്ടിയത്. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ? സെല്ലർ വിൽ പേ. സെല്ലർ വിൽ പേ. ഇപ്പൊ നമ്മൾ ബയ്യറാ. അപ്പൊ എന്ത് കിട്ടി? റിസീവ് ചെയ്തു. therefore AB Limited ഇത് പോസിറ്റീവ് ആണ്. സെല്ലർ വിൽ പേ. therefore AB Limited will receive 4 million. അവിടുത്തെ ക്വസ്റ്റ്യന്റെ അതേപോലെ തന്നെയാണ്. AB Limited ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്. AB Limited will receive, എത്ര റിസീവ് ചെയ്യും? 4 million. 4 million റിസീവ് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? പ്രീമിയം. ഓപ്ഷൻ ആണ് പ്രീമിയം. ബട്ട് എന്ത് ചെയ്യണം? മൈനസ് പ്രീമിയം. പ്രീമിയം കൊടുത്തേ പറ്റൂ. എത്ര ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രീമിയം? പ്രീമിയം പറയുന്നത് 0.65% ഓഫ് ഫേസ് വാല്യൂ ആണ്. അപ്പൊ 400 million into 0.65%. So 400 into 0.65%, 2.6 million. അപ്പൊ ഈ പ്രീമിയം കൊടുത്തതിന് ശേഷം ഇയാൾക്ക് നെറ്റ് സേവിങ് എത്ര ഉണ്ടാവും? 1.4 മില്യൺ ഉണ്ടാവും നെറ്റ് സേവിങ്. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ ടൈം. എഴുതിയെടുത്തോളൂ. Next question. Find the amount of net saving at market interest rate of 11% if AB Limited also purchase floor. What will be the net saving if interest falls to 3%? Okay. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത്? AB Limited ഫ്ലോറും കൂടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് ഇൻട്രസ്റ്റ് റേറ്റ് 11% ആണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് നെറ്റ് സേവിംഗ് അറ്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇഫ് AB Limited ഓൾസോ പർച്ചേസസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AB Limited ഇപ്പോൾ ഒരു ക്യാപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഓൾസോ ആണ്. അതിൻ്റെ കൂടെ ക്യാപ്പ് മാത്രമല്ല ഒരു ഫ്ലോറും കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, എത്രയാണ് എന്ത് നമ്മുടെ ടോട്ടൽ നെറ്റ് സേവിങ്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ AB Limited ഫ്ലോറും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ക്യാപ്പും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രീമിയം കൊടുക്കേണ്ടത് ഓർക്കണം, 2 പ്രീമിയം കൊടുക്കേണ്ടി വരും. ഒന്ന്
ഫ്ലോറിന് ഒരു 0.69 കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ക്യാപ്പിൽ 0.65 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ടോട്ടൽ പ്രീമിയം എമൗണ്ട് ഉണ്ടാവും രണ്ടും ചെയ്യുമ്പോൾ. അപ്പോൾ വലിയൊരു എമൗണ്ട് പ്രീമിയം കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പോകുന്നത് എമൗണ്ട് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എമൗണ്ട് പേയബിൾ. അപ്പൊ ഇവിടെ രണ്ട് എമൗണ്ട് പേയബിൾ ഉണ്ടാവും. ഒന്ന് ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, എമൗണ്ട് പേയബിൾ. എമൗണ്ട് പേയബിൾ ഏതാ? ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ക്യാപ്പ് എത്രയാണ് നമ്മൾ വാങ്ങിച്ചത്? 9% വാങ്ങിച്ചു. അപ്പോൾ ആർ സി എന്ന് പറയുന്നത് എത്രയാ? 9%. ഇപ്പൊ ഇത് എത്രയായിട്ട് മാറി? ഇൻട്രസ്റ്റ് റേറ്റ് 11 ആയി. അപ്പോൾ ആറ് എത്രയാ? 11% ആണ്. അപ്പൊ നമ്മൾ ഫോർമുല എടുക്കുന്നു. എമൗണ്ട് പേയബിൾ ഈക്വൽ ടു എൻ മൾട്ടിപ്ലൈഡ് ബൈ ആർ മൈനസ് ആർ സി. ആർ മൈനസ് ആർ സി ഇൻറ്റു ഡി ബൈ 360 ഈക്വൽ ടു എൻ. എത്ര? എൻ 400 million multiplied by R 11 minus cap 9% minus cap 9% into 1. So 4 million into 2%. 4 million into 2% equal to 8 million. 8 million. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പോൾ റിസീവ് ചെയ്യും. അപ്പോൾ 8 million റിസീവ് ചെയ്യും. ബട്ട് ഇത്രയല്ല റിസീവ് ചെയ്യുക. ഇത്രയല്ല റിസീവ് ചെയ്യുക. നെറ്റ് എമൗണ്ട്, നെറ്റ് സേവിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 8 million മൈനസ് എന്താണെങ്കിലും പ്രീമിയം കൊടുക്കണം. മൈനസ് പ്രീമിയം. സോ പ്രീമിയം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 8 million മൈനസ് 400 ഇൻറ്റു 0.65. 0.65%. So this is 8 million minus 2.6. Okay. For amount കിട്ടും 8 million minus 2.6 equal to 5.4. നെക്സ്റ്റ് അടുത്തത് ഫ്ലോർ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഫ്ലോറിന്റെ ഫോർമുല കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. കോൾ ഓപ്ഷൻ ആണ്, അല്ല പുട്ട് ഓപ്ഷൻ ആണ്. അപ്പോൾ എമൗണ്ട് പേയബിളിൽ ചെറിയൊരു വ്യത്യാസം വരും. എമൗണ്ട് പേയബിൾ amount payable equal to n into, ഞാൻ ആ സെയിം ഫോർമുല തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഞാൻ മാറ്റാം. ഇപ്പൊ എഴുതിയെടുക്കരുത്, ആരും എഴുതിയെടുക്കരുത്. n into r minus rc multiplied by d by 360. അപ്പോൾ n ചെയ്യരുത്. 4 million into, സമയം തരാം എഴുതിയെടുക്കാൻ. r എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ ഇപ്പൊ എത്ര? r 11 ആണോ? അല്ല. നമ്മുടെ പുട്ട് ഓപ്ഷന്റെ കാര്യത്തിൽ 11 അല്ല. പുട്ട് ഓപ്ഷന്റെ കാര്യത്തിൽ ഫ്ലോർ ഓഫ് 404. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് വാട്ട് വിൽ ബി ദി എമൗണ്ട് ഓഫ് നെറ്റ് സേവിങ്സ് അറ്റ് മാർക്കറ്റ് റേറ്റ് ഇൻട്രസ്റ്റ് ഓഫ് 11%. ഇഫ് AB Limited it also purchase floor, what will be the net interest if interest rate falls to 3%? അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ കേസ് 3% ആയിട്ട് ഫോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് എത്രയിലോട്ട് ഫോളോ ചെയ്യുന്നു? 3%ലോട്ട് ഫോളോ ചെയ്യുന്നു. അപ്പോൾ 3 minus 4% into 1 by 360. So 400 million multiplied by negative 1%. എത്ര വന്നു? 4.
അതും എന്ത് വന്നു? -4 വന്നു. -4 വന്നു. ഇനി ഇവിടെ കൊണ്ടും തീർന്നിട്ടില്ല. നമുക്ക് എന്ത് കൊടുത്തേ പറ്റൂ? ഒരു പ്രീമിയം കൊടുത്തേ പറ്റൂ. അപ്പൊ നമുക്കിവിടെ ലോസ് ആണ് വന്നത്. ഇവിടെ നമുക്ക് ലോസ് ആണ് വന്നത്. എന്ത് കൊടുക്കണം? പ്രീമിയം കൊടുക്കണം. അപ്പൊ ഇവിടെ നെറ്റ് ലോസ് വരുന്നത്, ചെയ്യരുത്, സമയം തരാം, ഒരു -4 വന്നു, പ്ലസ് പ്രീമിയം കൊടുക്കണം 400 ഇൻറ്റു പ്രീമിയത്തിന്റെ എമൗണ്ട് 0.69 into 0.69. So 400 into 0.69 equal to 2.76. അപ്പോൾ -4 പ്ലസ് എന്ത് കൊടുക്കണം? 2.76 കൊടുക്കണം. അപ്പോൾ ഈക്വൽ ടു 6.76. അപ്പോൾ 6.76 നമ്മൾക്കൊരു ലോസ് വന്നു, പിന്നെ ഒരു പ്രോഫിറ്റ് വന്നത് 5.4 ആണ്. അപ്പോൾ 6.76, അപ്പൊ നെറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5.35 പ്രോഫിറ്റ് വന്നു, ബട്ട് എന്ത് വന്നു? 6.76 ലോസ് വന്നു. അപ്പോൾ നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു 6.76 മൈനസ് 5.35 ഈക്വൽ ടു 6.76 എന്നല്ലേ? ഇവിടെ 5.4 ആയിരുന്നു അല്ലേ? 5.4. So 6.76 minus 5.4 equal to 1.36 million. അപ്പോൾ ഇവിടെ എന്താ വന്നത്? നമുക്ക് ലോസ് വന്നു 1.36 million. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലംസിൽ ഇത് മിക്കവാറും തല തിരിച്ചായിരിക്കും ഫോർമുല വരിക. RC മൈനസ് R ആയിരിക്കും. അപ്പൊ നമുക്ക് നമുക്ക് ഈ ഒരു പോസിറ്റീവ് ഫിഗർ 4 വരും. എന്നിട്ട് പിന്നെ നമ്മൾ കോളും പുട്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് കണ്ടുപിടിക്കണം. ശരിക്കും ഫോർമുല വരുന്നത് RC മൈനസ് R ആണ് വരുന്നത്. എന്നിട്ട് കോളും പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. ആ ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റും, നെഗറ്റീവ് ആണെങ്കിൽ ലോസും ആയിരിക്കും. അപ്പൊ ഞാൻ അതിന് പകരം സെയിം ഫോർമുല തന്നെ യൂസ് ചെയ്തു. നമ്മുടെ ആൻസർ നെഗറ്റീവ് ആൻസർ വരും. അപ്പൊ നെഗറ്റീവ് ആൻസർ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നെറ്റ് വരുമ്പോൾ ലോസ് ആണ്. അതല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാം? പല ടെക്സ്റ്റ് ബുക്കിലും ഇത് എങ്ങനെയായിരിക്കും കാണിച്ചിരിക്കുന്നത്? ഫോർമുല ഒന്ന് വ്യത്യാസം ഉണ്ടാവും. ഉണ്ടാവുന്നത് RC മൈനസ് R എന്ന് പറഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ, പല ടെക്സ്റ്റ് ബുക്കിലും പ്രോബ്ലംസിലെ ഫോർമുല ഉണ്ടാവുന്നത്. അത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. N ഇൻറ്റു, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ N ഇൻറ്റു RC മൈനസ് R ഇൻറ്റു D/360 ആവും. അപ്പൊ ഈ കേസിൽ 400 ഇൻറ്റു RC 4 മൈനസ് 3% ഇൻറ്റു 1 ആവും. അപ്പൊ 4 ഇൻറ്റു 1%. അപ്പോഴും നിങ്ങളുടെ ആൻസർ 4 ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പിന്നെ എന്ത് പറയും? പുട്ട് ഓപ്ഷന് കോളിന്റെയും പുട്ടിന്റെയും ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ നെറ്റ്. അപ്പൊ അവിടെ നമ്മുടെ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇവിടെ പക്ഷെ ചെറിയൊരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 4 നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. 4 നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? 4 പോസിറ്റീവായി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. 4 പോസിറ്റീവായി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്ത് പോസിറ്റീവ് ആയ സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ പോസിറ്റീവ് ആവുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറയും. എന്ത് പറയും? പോസിറ്റീവ് ആണെങ്കിൽ സെല്ലർ എന്ത് ചെയ്യും? പേ ചെയ്യും. ഓക്കെ, സെല്ലർ പേ ചെയ്യും. അപ്പൊ ആര് റിസീവ് ചെയ്യും? നമ്മൾ റിസീവ് ചെയ്യും. അപ്പൊ ആരെയും നമ്മൾ AB ലിമിറ്റഡാ. AB ലിമിറ്റഡ് പർച്ചേസാ ചെയ്തിരിക്കുന്ന ക്യാപ്പ്. അപ്പോൾ AB ലിമിറ്റഡ് വിൽ റിസീവ് ആണ്. AB ലിമിറ്റഡ് വിൽ റിസീവ് ആണ് ഈ കേസിൽ. AB ലിമിറ്റഡ് വിൽ റിസീവ് ആണ് ഈ കേസിൽ വരിക. അപ്പോൾ ഈ 5.4 നെറ്റ് AB ലിമിറ്റഡിന്റെ പോക്കറ്റിൽ വരും. ഇനി ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പൊ എന്താ വന്നത്? പോസിറ്റീവ് ആണ് വന്നത്. പോസിറ്റീവ് എന്ത് വന്നു? 4 പോസിറ്റീവ് വന്നു. 4 പോസിറ്റീവ് വരുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യാം, ഇതും കറക്റ്റ് തന്നെയാണ്. 4 പോസിറ്റീവ് വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? സെല്ലർ വിൽ പേ. നമ്മളിപ്പോ ഇത് എന്താ ചെയ്യുന്നത്? പുട്ട് ഓപ്ഷൻ ആണ്. ദിസ് ഇസ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുകയാണ്. ഐ വിൽ സെൽ എന്നാ പറയുന്നത്. പുട്ട് ഓപ്ഷൻ നമ്മൾ നിങ്ങൾക്ക് അറിയാം, ഐ വിൽ സെൽ എന്നാ പറയുന്നത്. ദാറ്റ് ഈസ് AB ലിമിറ്റഡ് വിൽ പേ. AB ലിമിറ്റഡ് വിൽ പേ 4 million.
അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് AB ലിമിറ്റഡ് എന്ത് ചെയ്യും? 4 million പേ ചെയ്യും. സോ therefore total amount payable AB ലിമിറ്റഡ് എത്ര പേ ചെയ്യണം? AB ലിമിറ്റഡ് ടോട്ടൽ, ഒറ്റ മിനിറ്റ്, 15%. ഓക്കെ, AB ലിമിറ്റഡ് ടോട്ടൽ എമൗണ്ട് പേ ചെയ്യുന്നത് ഒരു 4 million പേ ചെയ്യണം. പിന്നെ എന്തും പേ ചെയ്യണം? ആ പ്രീമിയം എമൗണ്ട് പേ ചെയ്യണം. 2.76ന്റെ പ്രീമിയം എമൗണ്ടും പേ ചെയ്യണം. 400 into 0.69. അപ്പൊ പേ ചെയ്യുമ്പോൾ എത്ര പേ ചെയ്യണം? 6.76 പേ ചെയ്യണം. അപ്പോൾ നെറ്റ് എത്രയായിരിക്കും? നെറ്റ് രണ്ട് മെത്തേഡിലും നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ് സെയിം എമൗണ്ട് ആയിരിക്കും. 5.4 മൈനസ് 6.76 നമ്മൾ ചെയ്ത അതേപോലെ തന്നെ 5.4 ഇങ്ങോട്ട് കിട്ടും, 6.76 അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫോർമുല നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതല്ലെങ്കിൽ ഇതേ ഫോർമുല നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എമൗണ്ട് 4 കാണും. അപ്പൊ നെഗറ്റീവ് എമൗണ്ട് 4 കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് കയ്യിൽ നിന്ന് പോകുന്ന കേസാണ്, ഇത് കയ്യിൽ നിന്ന് പോകുന്ന കേസാണ്. പ്ലസ് നമുക്ക് 2.76 കൂടി പോകും. അപ്പൊ നമുക്ക് ടോട്ടൽ നെഗറ്റീവ് പോകുന്നത് 6.76 ആണ്. രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ ശരിയാണ്. നമ്മളൊരു കാര്യം ചെയ്യണം, രണ്ട് രീതിയിലും ഒന്ന് ആൻസർ ചെയ്തു വെക്കണേ, ആ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള രണ്ട് മെത്തേഡും. കാരണം ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എന്താ പറയാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴൊക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ രണ്ടും എഴുതി വെക്കൂ, ഏതാണോ നിങ്ങൾക്ക് ഈസി ഉള്ളത് അതിൽ ചെയ്യാം. കാരണം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ CMAയുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾ ഒത്തിരി ഒന്ന് കൺഫ്യൂഷൻ ആവും, ഇത് എങ്ങനെ ഇത് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയും. അപ്പൊ ആദ്യം ഞാൻ കാണിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഇങ്കിലുള്ളത് ആദ്യം എഴുതിയെടുക്കുക. എമൗണ്ട് പേയബിൾ സെയിം ഫോർമുല, 400 3 minus 4 into 1, അപ്പൊ -4 കൊടുക്കണം, പ്ലസ് നമ്മുടെ ഒരു പ്രീമിയം കൊടുക്കണം. അപ്പൊ -6.6 ആണ്. അപ്പൊ നെറ്റ് പോകുന്നത് 5.41 കിട്ടി ആൻഡ് 6.76 കയ്യിൽ നിന്ന് പോയി. നെറ്റ് ലോസ് ആണ് നമുക്ക് വരുന്നത്, നെറ്റ് ലോസ് 1.36. ഇനി അതല്ല ആ ശരിക്കുള്ള ഫോർമുലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരിയും. RCന്ന് പുട്ട് ഓപ്ഷൻ ആകുമ്പോൾ കോൾ ഓപ്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആവും, RC മൈനസ് R. അപ്പൊ അവിടെ ആകെ ഒരു പ്രശ്നം +4 കിട്ടും. അതാണ് ഞാൻ റെഡിങ്കിൽ ആ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. +4 കിട്ടി എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സെല്ലർ വിൽ പേ ആണ്. ആരാ സെല്ലർ? പുട്ട് ഓപ്ഷൻ ആണ്. പുട്ട് ഓപ്ഷൻ ആകുമ്പോൾ ഐ വിൽ സെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെല്ലർ ആണ്, അപ്പൊ ഇയാൾ പേ ചെയ്യേണ്ടി വരും. അപ്പൊ AB ലിമിറ്റഡ് പേ ചെയ്യും. അപ്പൊ ഒരെണ്ണ കേസിൽ AB ലിമിറ്റഡ് കോൾ ഓപ്ഷൻ ആണ്, അപ്പൊ ബയർ ആണ്, സെല്ലർ പേ ചെയ്തു, ഇയാൾക്ക് കിട്ടി. ഇവിടെ ഇയാളാണ് സെല്ലർ, അപ്പൊ ഇയാൾ പേ ചെയ്തു. അപ്പൊ നെറ്റ് എഫക്റ്റ് ഒരു +5.4 ഇങ്ങോട്ട് കിട്ടി, പക്ഷെ അങ്ങോട്ട് കൊടുക്കാനുള്ളത് 6.76 ആണ്. അപ്പൊ റെഡ് ലിങ്കിലുള്ളതും എഴുതി വെക്കുക, ബ്ലാക്ക് ലിങ്കിലുള്ളതും എഴുതി വെക്കുക. ഓക്കെ, തീർന്നോ? തീർന്നാലൊന്ന് പറയണേ, ജസ്റ്റ് ഡൺ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണേ. ഓക്കെ, തീർന്നോ? തീർന്നു കഴിഞ്ഞാൽ ഒന്ന് ഡൺ എന്ന് പറയണേ.
അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങളോട് എഴുതിയെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡൺ എന്ന ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. ഓക്കെ, so next question. Question number 3. Assume that AB Limited is a writer of interest rate flow. What will be the net savings of AB Limited if interest rate falls to 3%? When the writer എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ സെല്ലർ ആണ്. AB Limited സെല്ലർ ആണ്. എന്തിന്റെ സെല്ലർ? ഈ ഫോർവേഡ് റേറ്റിന്റെ സെല്ലർ ആണ്. അപ്പോ ഇനി ഇവിടെ ശ്രദ്ധിക്ക്, ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യട്ടെ. അപ്പോൾ AB Limited ഇപ്പൊ രണ്ട് കാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന്, AB Limited എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ AB Limited ഇവിടെ സെല്ലർ ആണ്, AB Limited റൈറ്റർ ആണ്, AB Limited റൈറ്റർ ആണ്. ഓക്കെ, അപ്പോൾ റൈറ്റർക്ക് കിട്ടുന്ന ഐറ്റം എന്താ? പ്രീമിയം കിട്ടും. റൈറ്റർ വിൽ റിസീവ് പ്രീമിയം. റൈറ്റർ വിൽ റിസീവ് പ്രീമിയം. Writer will receive premium. So assume that AB Limited is a writer of floor, interest rate floor. അപ്പോൾ ഫ്ലോർ ആണ്, അപ്പൊ ഏറ്റവും താഴെ ഉള്ളതാണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പുട്ട് ഓപ്ഷൻ ആണ്. പുട്ട് ഓപ്ഷൻ. ഫ്ലോർ മീൻസ് പുട്ട് ഓപ്ഷൻ. ഫ്ലോർ മീൻസ് പുട്ട് ഓപ്ഷൻ. Therefore premium will be premium equal to 400 million into put option premium എത്രയാ? 0.69. 400 into 0.69%. അപ്പോൾ 2.76 പ്രീമിയം മില്യൺ കിട്ടും. 27,60,000. നെക്സ്റ്റ്, പക്ഷേ ഇത് മാത്രല്ല, ഇയാള് എന്തുവാണ്? ബയ്യറുമാണ്. ഒരു ക്യാപ്പ് ബൈ ചെയ്തിട്ടുണ്ട്. ഇയാള് ക്യാപ്പ് ബൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എഴുതിയെടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കളർ മാറ്റിയിട്ട് ഇവിടെ എഴുതുന്നുണ്ട്. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇവിടെ തന്നെ കാണും. അപ്പൊ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണ്ട? മാറ്റേണ്ട ആവശ്യമില്ല. ഫോർവേഡ് റേറ്റിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിട്ടാണ് ചോദിക്കാറ്. ചോദിക്കാറില്ല എന്നൊന്നും പറയുന്നില്ല, ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പെന്നിന്റെ കളർ ഒന്ന് മാറ്റുന്നുണ്ട്, സെയിം ആവാം. ഇത് കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട്. AB Limited ബയ്യർ ഓഫ് ക്യാപ്പ് ആണ്. ബയ്യർ ഓഫ് ക്യാപ്പ് ആണ്. അപ്പോൾ AB Limited ബയ്യർ ഓഫ് ക്യാപ്പ് ആകുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഇത് ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യം. അപ്പൊ ക്യാപ്പ് ഉണ്ട്, അപ്പൊ ഇവിടെ 9% ആണ്. പിന്നെ നമ്മളിവിടെ എന്ത് പറയുന്നു? മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ലിങ്ക്ഡ് ആണ്. ക്യാപ്പ് ബൈ ചെയ്തതാണ്. അപ്പൊ ക്യാപ്പ് ബൈ ചെയ്തതിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 11%. അപ്പൊ ക്യാപ്പ് ബൈ ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് 9 ഇങ്ങോട്ട് കിട്ടും. എത്ര ഡിഫറൻസ്?
11ന്റെയും 9ന്റെയും പെർസെൻറ്റേജിന്റെ ഡിഫറൻസ് ഇങ്ങോട്ട് കിട്ടും. എത്ര ഡിഫറൻസ്? 2% ആണ്. 2% ആണ്. പോസിറ്റീവ് ആണ്. അപ്പൊ സെല്ലർ പേ ചെയ്യും. അപ്പൊ ഇവിടെ ഞാൻ ഷോർട്ട് കട്ടിൽ ഇത് ചെയ്യാണ്. 400 million into 2%. ഞാൻ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡിഫറൻസ് ആണ് റിസീവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എത്ര റിസീവ് ചെയ്യും? 8 million റിസീവ് ചെയ്യും. 8 million റിസീവ് ചെയ്യും. പക്ഷേ എന്ത് പേ ചെയ്യണം? വിൽ ഹാവ് ടു പേ പ്രീമിയം. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ. വിൽ ഹാവ് ടു പേ പ്രീമിയം. എത്ര പ്രീമിയം എന്ന് പറയുന്നത്? 400 into 400 million into 0.65. So 400 into 0.65 equal to 260. 2.6 million പേ ചെയ്യണം. അപ്പോൾ 8 million minus 2.6. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ, വ്യത്യാസമൊന്നുമില്ല. 5.4. അപ്പോൾ കോൾ ഓപ്ഷന്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 5.4 കിട്ടും നെറ്റ്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്രയാണ് റിസീവ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ടോട്ടൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് ഈ കേസിൽ അപ്പൊ ആദ്യം ഒരു 8 million. അപ്പോൾ എമൗണ്ട് ഇപ്പൊ റിസീവ് ചെയ്യുന്നത് 8 million കിട്ടും ഡിഫറൻസ്. പക്ഷെ പ്രീമിയം കൊടുക്കേണ്ടി വരും. 2.6. പിന്നെ ഈ ഓപ്ഷൻ റൈറ്റ് ചെയ്തത് കാരണം അതിന്റെ ഒരു 2.6 കിട്ടും. അപ്പൊ ബേസിക്കലി 5.4 ഇവിടുന്ന് കിട്ടും. പിന്നെ നമ്മൾ റൈറ്റ് ചെയ്തത് അപ്പൊ പ്രീമിയം ആണ് റിസീവ് ചെയ്യുക. അപ്പൊ ടോട്ടൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് 5.4 plus 2.76 equal to 8.16. അപ്പോൾ 8.16 റിസീവ് ചെയ്യും. അപ്പൊ നമ്മൾ ചോദിച്ചത് വാട്ട് വിൽ ബി ദി എമൗണ്ട് റിസീവ് ചെയ്യുന്നത്? 8.16 ആണ്. ഓക്കെ, ഇനി നമ്മളോട് എന്ത് ചോദിച്ചിട്ടുണ്ട്? നെറ്റ് എമൗണ്ട്, നെറ്റ് സേവിങ്സ് എത്രയെന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെറ്റ് സേവിങ്സിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് എഴുതി എടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇത്തിരി ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1-2 തവണ ചെയ്യാം. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു. ഇത് ഇത്തിരി പ്രശ്നക്കാരനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ചോദിച്ചത് നെറ്റ് സേവിങ്സ് ആണ്. എമൗണ്ട് കാൽക്കുലേറ്റ് ഞാൻ പറഞ്ഞു തന്നു. ഇവിടെ ചോദിക്കുന്നത് 3% ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? അപ്പൊ നമ്മുടെ പുട്ട് ഓപ്ഷൻ ആണ്, നമ്മൾ റൈറ്റർ ആണ്. അപ്പോൾ ഇനി നെറ്റ് സേവിങ്സ് ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഒറ്റയടിക്ക് കിട്ടുവേ നെറ്റ് സേവിങ്സ്. ഞാൻ ആ ഫുള്ള് പറഞ്ഞു എന്നേ ഉള്ളൂ എങ്ങനെ ഇത് വരുന്നതെന്നുള്ളത്. നെറ്റ് സേവിങ്സ് നമ്മൾ നോക്കാൻ പോവുകയാണ്. നെറ്റ് സേവിങ്സ് നോക്കുമ്പോൾ ഇവിടെ 4% ആയിരുന്നു എന്ത്? ഈ പറയുന്ന ഫ്ലോർ. അതിപ്പോ 3% ആയി. ഡിഫറൻസ് വന്നു. നമുക്കറിയാം ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റർ ആകുമ്പോൾ സെല്ലർ ആണ്. സെല്ലർ ഹാസ് ടു പേ ആണ്. റൈറ്റർ എന്ന് പറഞ്ഞാൽ സെല്ലർ ആണ്. സെല്ലർ ഹാസ് ടു പേ. സെല്ലർക്ക് ഡിഫറൻസ് കൊടുക്കേണ്ടി വരും. എത്ര ഡിഫറൻസ് കൊടുക്കേണ്ടി വരിക? 4 million into 1% ഡിഫറൻസ് കൊടുക്കേണ്ടി വരും. 4 million into 1% ഡിഫറൻസ് ഇയാൾ കൊടുക്കേണ്ടി വരും. പിന്നെ പ്രീമിയം ഓഫ് ക്യാപ്പ് കൊടുക്കേണ്ടി വരും. പ്രീമിയം ഓഫ് ക്യാപ്പ് കൊടുക്കേണ്ടി വരും. പ്രീമിയം ഓഫ് ക്യാപ്പ്. അപ്പൊ പ്രീമിയം ഓഫ് ക്യാപ്പ് കൊടുക്കുന്നത് എത്രയാ? 2.6 കൊടുക്കേണ്ടി വരും. സോ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഈ 4 million ഡിഫറൻസ് കൊടുക്കേണ്ടി വരും. പേമാണ് എന്റെ ഇത് പെന്ന് വർക്ക് ചെയ്യാതായി. ഓക്കെ, ഡിഫറൻസ് കൊടുക്കേണ്ടി വരും. അപ്പൊ എത്ര കൊടുക്കേണ്ടി വരും? 4 കൊടുക്കേണ്ടി വരും. പേ 4. പിന്നെ പ്രീമിയം ഓഫ് ക്യാപ്പ് പേ ചെയ്യണം. അപ്പൊ 2 പേ ചെയ്യണം. പിന്നെ ഈ ഒരു എമൗണ്ട് ഇയാൾക്ക് കിട്ടുന്ന ഗുണം എന്ത് മാത്രമാണ്? ഇയാൾക്ക് പ്രീമിയം ഓഫ് എന്ത് കിട്ടും? ഫ്ലോർ കിട്ടും. പ്രീമിയം ആള് പുട്ട് ഓപ്ഷൻ ആയതുകൊണ്ട് അതിന്റെ പ്രീമിയം റിസീവ് ചെയ്യും. പ്രീമിയം എത്ര റിസീവ് ചെയ്യുക? 2. നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 76 കിട്ടും. അപ്പൊ ബേസിക്കലി ഇൻകം എന്ന് പറയുന്നത് 2.76 ആണ്. കയ്യിൽ നിന്ന് പോകുന്നത് ഒരു 4. ഡിഫറൻസ് അങ്ങോട്ട് സെറ്റിൽ ചെയ്യേണ്ടി വരും. ആൻഡ് -2. അപ്പൊ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ലോസ് വരുന്നത് 3.84 ആണ്. 3.84 ലോസ് വരുന്നുണ്ട്.
ഇത്തിരി പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു, ഇത്തിരി പ്രശ്നക്കാരനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What amount of flour should be sold by AB Limited in order to compensate for purchase of cap at the given premium rate? ഇത് ചോദിക്കുന്നത് ഫ്ലോർ എത്ര സെയിൽ ചെയ്യണം, എന്തിനു വേണ്ടിയിട്ട്? ആ ക്യാപ്പ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് ചെയ്യേണ്ടത്, എത്ര എമൗണ്ട് ഓഫ് ഫ്ലോർ ആണ് ചെയ്യേണ്ടത് in order to compensate for purchase of cap given at the premium rate. Okay, ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമേ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻസിനെ പോലെയൊന്നും പ്രശ്നക്കാരനല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര പ്രീമിയം കൊടുക്കാനുള്ളത്, എന്തിന്റെ പ്രീമിയം കോമ്പൻസേറ്റ് ചെയ്യാനാ ചോദിക്കുന്നത്? ഈ നമ്മൾ ക്യാപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രീമിയം കൊടുക്കണമല്ലോ. യെസ്, അപ്പൊ ക്യാപ്പിന്റെ പ്രീമിയം എത്രയാ? ക്യാപ്പിന്റെ പ്രീമിയം ഈക്വൽ ടു 400 million ഇൻടു 0.65% ഈക്വൽ ടു, നമ്മൾ പ്രീമിയം കൊടുക്കുന്നത് 2.6 ആണ്. 400 ഇൻടു 0.65% പ്രീമിയം കൊടുക്കുന്നത് 2.6 ആണ്. അപ്പൊ നമുക്കിത് കോമ്പൻസേറ്റ് ചെയ്യണം. ഈ 2.6 കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 0 ആവണം, ഇത് 0 ആക്കണം. അപ്പൊ നമുക്ക് വരേണ്ടത് എന്താ? 2.6% കോമ്പൻസേറ്റ് ചെയ്യണം. മില്യൺ ആണ് കൊടുക്കുന്നത്, കോമ്പൻസേറ്റ് ചെയ്യണം. അത് എന്ത് ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്? എത്ര പുട്ട് ഓപ്ഷൻ, എത്ര ഫ്ലോർ കൊടുക്കണം? പുട്ട് ഓപ്ഷനിൽ നമ്മുടെ പ്രീമിയം എത്രയാ? 0.69. അപ്പൊ പുട്ട് ഓപ്ഷൻ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.69% കിട്ടും. അപ്പോൾ എത്ര 0.69% ആയാലാണ് നമുക്ക് ഈ പറയുന്ന 2.65 വരുന്നത്, 2.6 വരുന്നത്. അപ്പൊ 2.6 ഡിവൈഡ് ബൈ 0.69% ഈക്വൽ ടു 376.80. അപ്പോൾ എത്ര എമൗണ്ടിന്റെ ഫ്ലോർ ചെയ്യണം? 2 മില്യൺ ആണ്. 376.80 മില്യന്റെ ഫ്ലോർ നമ്മൾ സെല്ല് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ഒരു എമൗണ്ട് കിട്ടുക. ഇനി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, കോമൺ സെൻസ് ആണ്. ഇപ്പൊ നമ്മൾ എത്ര സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ 376.8081 ആണ്. 81 സെല് ചെയ്യണം. അപ്പൊ 376.81 നമ്മൾ സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രീമിയം കിട്ടുന്നത്? 0.69. അപ്പൊ 376.81 into 0.69 ഈക്വൽ ടു 2.59, ആൾമോസ്റ്റ് 2.60 ആയി. അപ്പൊ 376.81 മില്യണില് അല്ലെങ്കിൽ 80 മില്യണില് സെയിൽ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഇത് തിരിച്ചു കിട്ടുക. അപ്പൊ ഇവിടെ എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭാഗം 1 and 2 ആണ്. 1 and 2 ബേസിസിലുള്ള ക്വസ്റ്റ്യൻ ആണ് അധികം എക്സാമിനേഷന് ചോദിക്കുക. ഇത് ഓൾറെഡി ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ക്യാപ്പും പുട്ട് ഓപ്ഷനും ചോദിക്കുന്നത് ഇത്തിരി കുറവാണ്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയായിട്ട് പഠിച്ച ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് പറഞ്ഞത്. 1-2 ക്വസ്റ്റ്യനിൽ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും, ബാക്കിയുള്ളതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. സോ അവിടെ നിന്നാണ് നിങ്ങളുടെ എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേറെ ചില ടോപ്പിക്സ് ചോദിക്കാറുണ്ട്. അപ്പൊ ടോപ്പിക് ക്ലബ് ചെയ്തിട്ടുള്ള ചില ടോപ്പിക്സും കൂടിയും നമ്മൾ എടുക്കുന്നു എന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കാനർ എടുക്കുക. സ്കാനറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് തന്നെ തറവാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും എടുത്ത ഒരു തിയറി ടോപ്പിക് ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് റിസ്ക്, അതേപോലെ തന്നെ ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറഞ്ഞ ടോപ്പിക്. അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. വെറുതെ കിട്ടുന്ന മാർക്കാണ്. 4-5 മാർക്ക് ചോദിക്കുന്ന സമയത്ത് 4-5 മാർക്ക് കിട്ടാറുണ്ട്. ചുമ്മാ എന്ത് എഴുതി വെച്ചാൽ മതി? ഏത് റിസ്ക് ആണ് എഴുതി വെച്ചാൽ മതി. അവിടുന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. വെറുതെ വിത്ത് ലിറ്റിൽ എഫേർട്ട്, അരമണിക്കൂറിന്റെ എഫേർട്ട് കൊണ്ട് കിട്ടുന്ന മാർക്കാണ് ആ ഫൈനാൻഷ്യൽ റിസ്കിന്റെ. അത് കളയരുത്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ഇന്നൊരു അരമണിക്കൂർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്തിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എടുക്കുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്.
അപ്പൊ ഞാൻ ആ ഒരു തിയറി പറഞ്ഞ് പിന്നെ അടുത്ത പ്രോബ്ലം ചെയ്യാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. 8:30 തന്നെ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് മുതൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ്, കറൻസി, CA ഫൈനൽ ആണെങ്കിലും CMA ഫൈനൽ ആണെങ്കിലും ഫൈനാൻഷ്യൽ റിസ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടോപ്പിക് ഈ ഭാഗത്തു നിന്നാണ്, നമ്മുടെ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റിൽ. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാനിപ്പോ പറഞ്ഞു തരാം. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 9th അതായത് മൺഡേ മോർണിംഗും ഈവനിങ്ങും ഉണ്ട്, പിന്നെ ട്യൂസ്ഡേ മോർണിംഗും ഈവനിങ്ങും ഉണ്ട്. അപ്പോൾ അടുത്ത 4 സെഷൻ മോർണിംഗ് ആൻഡ് ഈവനിങ് നമ്മൾ കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. അതിനു മുമ്പ് സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ എന്ന് അറിയില്ല. അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിന്റെ സ്വാപ്പ് ചെയ്തില്ലേ, ആ സ്വാപ്പിൽ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുത്ത് വരണം. ഓൾമോസ്റ്റ് ഏറെക്കുറെ സെയിം ആണ് ഫോറിൻ കറൻസിയിലും, പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഹെഡ്ജിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷെ ആ സ്വാപ്പ് എങ്കിലും നിങ്ങളൊന്ന് പഠിച്ചിട്ട് വരണം. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. മൺഡേ മോർണിംഗ് 7 o'clock കാണാം. സോ താങ്ക് യു എവ്രി വൺ. ഹാവ് എ നൈസ് ഡേ.